ഇന്നത്തെ എൻ്റെ വിഭവം റവ ഉപ്പുമാവും ചട്നിയും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഉപ്പുമാവിന് വേണ്ടി ആദ്യം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക്, മുളക്, ഉള്ളി, കരിവേപ്പിലയൊക്കെ മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. എന്നിട്ട് തിളപ്പിക്കാൻ വെക്കുകയാണ്. മഴ ഇങ്ങനെ നല്ല പെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള ഉപ്പുമാവ് കഴിക്കാനായിട്ടൊന്ന് മോഹം. എഴുന്നേൽക്കാൻ താമസിച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് ഉപ്പുമാവൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്കൊന്നും സ്കൂളില്ല. അപ്പം ഞങ്ങൾ ഒരുമിച്ച് വേഗം കഴിക്കാമെന്ന് വെച്ച് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു. എന്താ വെള്ളം തിളച്ചു, അതിലേക്ക് റവ ഇടുകയാണ്. ഒരു 3 കപ്പ് റവ ഇട്ടിട്ടുണ്ട്. 3 കപ്പ് മീൻസ് ഒരു 300ഓളം റവ. അത് മതി ഞങ്ങൾക്ക്. 100 ഗ്രാം വീതം ഒരാൾ കഴിക്കുള്ളൂ. അച്ഛൻ ജോലിക്ക് പോയി. അപ്പം ഞങ്ങൾ 3 ആൾക്ക് ഉള്ള റവയൊക്കെ ഇട്ട് ഇതാ വറുത്ത് വെച്ച റവയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വറുക്കേണ്ടി വന്നില്ല. അപ്പോൾ എൻ്റെ ഉപ്പുമാവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് എന്താണെന്ന് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കിയത്? ഞാൻ എളുപ്പത്തിലുള്ള പലഹാരം ഒന്ന് ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ അതാ എൻ്റെ ഉപ്പുമാവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഞാനൊരു ചട്നി ഉണ്ടാക്കാം. ഉപ്പുമാവിന് കുട്ടികൾ തന്നെ കഴിക്കില്ല. പപ്പടം വേണം, പിന്നെ ഒരു ചട്നിയും വേണം. അപ്പം ഞാൻ നാളികേരമൊക്കെ ചിരണ്ടി ഇതാ ചട്നി അരയ്ക്കാനായിട്ട് മിക്സിയിലേക്ക് പോയി അരച്ചു വെച്ചു. അതിൻ്റെ ഇടയിൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പുമാവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല ചൂടുള്ള കുറച്ച് നെയ്യൊക്കെ ഞാൻ അതിന് മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചട്നി അരച്ചുകൊണ്ടുവന്നു. തവ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നാളികേരം അരച്ചത് ഒഴിക്കാൻ പോവുകയാണ്. ചട്നിക്ക് സാധാരണ ഇഞ്ചിയും പച്ചമുളകും നാളികേരമൊക്കെ കൂടിയാണ് അരച്ചത്. എന്നിട്ട് ഈ വറവിലേക്ക് കൊട്ടുകയാണ് ചെയ്യുക. വല്ലാതെ അങ്ങനെ തിളപ്പിക്കില്ല. അല്ലാതെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറയുന്ന പറയുക. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ ഇറക്കി വയ്ക്കണം. നല്ല തിളപ്പിച്ച് കഴിക്കണം വെള്ളം എന്നാണ് നമ്മൾ പറയുക. പക്ഷേ ഈ ചട്നി അധികം തിളപ്പിച്ചാൽ അതിൻ്റെ ഭംഗിയും നഷ്ടപ്പെടും, അതിൻ്റെ ടേസ്റ്റും നഷ്ടപ്പെടും. അപ്പം ഞാൻ തിളപ്പിച്ചു, എന്നാലും വല്ലാതെ തിളച്ചില്ല. ഇതാണ് എൻ്റെ ചട്നി കഴിക്കാൻ പോവാണ്. ഇതാ വറവിട്ട് കഴിഞ്ഞു. നിങ്ങളിന്ന് എന്താണ് ചായക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കിയതെന്ന് കമൻറ്റ് ചെയ്യൂ. ഇന്ന് സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ് സർക്കാർ. നല്ല മഴയാണ്. ഇതാ എൻ്റെ ഉപ്പുമാവും ചട്നിയൊക്കെ റെഡിയായി. ഇനി ഞാൻ ഇത് സെർവിങ് പ്ലേറ്റിലേക്കൊക്കെ മാറ്റാൻ പോവുകയാണ്. അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ച് വന്ന് റെഡിയായിട്ട് കുളിച്ചിട്ട് വിളക്ക് വെച്ചത് കഴിക്കുകയുള്ളൂ. ഇതാ ഉപ്പുമാവും ചട്നിയും. ഇന്ന് ഹോർലിക്സ് കുടിക്കാമെന്ന് വെച്ചു. നല്ല മഴ പുറത്ത് ഗൈസ്. അപ്പം ഞാൻ ഇതാ കഴിക്കാനായിട്ട് ഉപ്പുമാവ്, അതിൻ്റെ കൂടെ പപ്പടം എടുത്തിട്ടുണ്ട്. കൂടെ ചട്നിയും കൂട്ടിയാണ് ഇന്നത്തെ പ്രഭാത ഭക്ഷണം. അപ്പോൾ ഞാൻ ചട്നി വെച്ച് രുചിച്ച് നോക്കട്ടെ. ഞാൻ അരയ്ക്കുന്ന ചട്നി അല്ലെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ചട്നിയാണ്. സാധാരണ പാലക്കാട് ഭാഗങ്ങളിലാണ് ഇത് കൂടുതലും ഉപ്പുമാവിന് ചട്നി കൂട്ടി കഴിക്കാം. നമ്മൾ ഇവിടെയുള്ളവരൊന്നും അങ്ങനെ വെറും ഉപ്പുമാവ്, പഴം, പപ്പടം എന്നിവ കൂട്ടിയാണ് കഴിക്കാറ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹോർലിക്സ്. ഹായ് ഗൈസ്, എൻ്റെ റവ ഉപ്പുമാവ് കണ്ടില്ലേ? എല്ലാവരും ലൈക്കും ഷെയറും നൽകൂ.